നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മദ്രസകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതരാഷ്ട്രവാദവും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതികളും നടപ്പാക്കപ്പെടുന്നു, പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ആരോപണം വെറുമൊരു ആരോപണമല്ല. കാരണം അവരുടെ പാഠ്യപദ്ധതിയുടെ, അതായത് മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്നുള്ള അവരുടെ കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതിയിൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മദ്രസയുടെ കാര്യമാണ് ഈ പറയുന്നത്. മദ്രസാ സ്ഥാപനങ്ങളിൽ മോറൽ സയൻസ് എന്ന വിഭാഗത്തിൻ്റെ കീഴിൽ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ടുള്ള മതരാഷ്ട്രവാദവും ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ആഗോള തലത്തിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഹമാസ് ആണെങ്കിലും ഐസിസ് ആണെങ്കിലും മുസ്ലിം ബ്രദർഹുഡ് ആണെങ്കിലും അത് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ നിരോധിച്ചിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള സംഘടനകളാണെന്ന് ആലോചിക്കണം. മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ആദ്യമേ പറയാം. ഇവരൊക്കെ ഈ ഇസ്ലാമിക സംഘടനകൾ പലപ്പോഴും ഒരു നായകനായിട്ട് ഉയർത്തിക്കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മാൽക്കം എക്സ്, അമേരിക്കയിലുള്ള. അദ്ദേഹത്തിൻ്റെ ചരിത്രം മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ വിശദമായി പറയാം. അദ്ദേഹത്തെ വധിച്ചത് ഈ മുസ്ലിം ബ്രദർഹുഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലായി കാണുമല്ലേ. ഇത്തരത്തിലുള്ള സംഘടനകളുടെ സ്ഥാപകരെയും അതിൻ്റെ പ്രമുഖ നേതാക്കളെയും നവോത്ഥാന നായകന്മാരാക്കി ഉയർത്തിക്കാട്ടി ഇസ്ലാമിൻ്റെ വഴിയാണ് ശരി എന്നുള്ള രീതിയിലുള്ള പാഠ്യപദ്ധതികൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ വിവരങ്ങൾ വെറുതെ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പറയുന്നതല്ല, തെളിവുകളില്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്നതല്ല. ഇതിൽ ഇപ്പോൾ ചില നേതാക്കളുടെ പേര് ഞാൻ വായിക്കാം. സയ്യദ് കുത്തബ്, മൗദൂദിയെ അവർ വലിയ ആളാണ് എന്ന് പ്രകീർത്തിച്ച് കാണിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയാണ്. പക്ഷേ ഈ സയ്യദ് കുത്തബ് ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഹമാസിൻ്റെ സ്ഥാപകനാണ്. ഹസനുൽ ബന്നയും സയ്യദ് കുത്തബും മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആൾക്കാരാണ്. ഇവരെല്ലാം അടിസ്ഥാനപരമായിട്ട് ഭീകരവാദത്തെ കൈ അയച്ച് പ്രോത്സാഹിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തയാളാണ്. ഇസ്ലാമാണ് ഞങ്ങളുടെ വഴി, ഖുറാനാണ് ഞങ്ങളുടെ ഏക പുസ്തകം, ഒരു ഭരണഘടനയും ഖുറാന് മേലെ അല്ല, ഇസ്ലാമിക രാജ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ദൈവത്തിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി മരിക്കുകയാണെങ്കിൽ അത് സ്വർഗലബ്ധിക്ക് ഞങ്ങളെ സഹായിക്കും തുടങ്ങിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഈ ബെന്നെ പോലുള്ളവർ പ്രവർത്തിച്ചിരുന്നത്. ഇത്തരം ഭീകരവാദികളെ നവോത്ഥാന നായകന്മാരായി ഉയർത്തിക്കാട്ടുന്ന പാഠ്യപദ്ധതികൾ തീർന്നില്ല. ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഇതിൽ കിടക്കുന്നത് ഇസ്ലാം മതം വിട്ടവരെ കൊല്ലാം, അല്ലെങ്കിൽ കൊല്ലുന്നത് അനുവദനീയമാണ്, ഇസ്ലാമിക നിയമപ്രകാരം അത്തരത്തിലുള്ളവരെ വധിക്കണം എന്നുള്ള പാഠ്യഭാഗങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പുറത്ത് വന്ന താളുകൾ, അല്ലെങ്കിൽ പുസ്തകം തന്നെയായിട്ട് ലഭ്യമായിട്ടുണ്ട്, അതിൽ പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ളൊരു പാഠ്യപദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കപ്പെടുമ്പോൾ കേരള പോലീസ് അതിനെതിരെ ഒരു നിയമ നടപടികളും എടുത്തിട്ടില്ല. പക്ഷേ ഇതിനെതിരെയുള്ള പരാതികൾ പോലും കാര്യമായിട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഗുരുതരമായൊരവസ്ഥ, സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. വഴിയടയാളങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ഈ വഴിയടയാളങ്ങൾ നമ്മുടെ നാട്ടിൽ 153A എന്നുള്ളൊരു നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത് പ്രചരിപ്പിച്ചതിന് കേരള പോലീസ് മുൻകാലങ്ങളിൽ കേസ് എടുത്തിട്ടുള്ളൊരു പുസ്തകമാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിൻ്റെ അറബിക്, ഇംഗ്ലീഷ് വേർഷനുകൾ നിരോധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു മലയാളം തർജിമയാണ് ഈ വഴിയടയാളങ്ങൾ. കേരളത്തിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപകമായി ഭീകര ഇസ്ലാമിക സംഘടനകൾ രഹസ്യ ടെലിഗ്രാം ചാനലുകൾ വഴിയും മറ്റ് മാർഗങ്ങൾ വഴിയും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു ഈ വഴിയടയാളങ്ങൾ എന്നുള്ള പുസ്തകം. ആ വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് കേരള പോലീസ് 153A നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ, മതഭീകരവാദം പടർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ഇതിൻ്റെ പേരിൽ കേസ് എടുത്തിരുന്നു. ആ വഴിയടയാളങ്ങൾ എന്ന പുസ്തകത്തിലെ ഭാഗങ്ങൾ പോലും ഈ മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ, ആ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ പേര് ഞാനൊന്ന് കൃത്യമായിട്ട് വായിക്കാം. മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ഇതിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു ട്രസ്റ്റാണിത്. അതിൻ്റെ കീഴിൽ ഈ വഴിയടയാളങ്ങൾ എന്ന പുസ്തകത്തിലെ പാഠ്യഭാഗങ്ങൾ പോലും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഈ വഴിയടയാളങ്ങളിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മതം വിട്ടവനെ കൊല്ലാമെന്ന് മാത്രമല്ല,
ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി കാഫിറുകളുമായി ജിഹാദ് നടത്തണം. അതെങ്ങനെ നടത്തണം, എന്തൊക്കെയാണ് ചെയ്യുവാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ബാബാ സാഹിബ് അംബേദ്കർ പണ്ട് പറഞ്ഞല്ലോ, ഇവർ ഒരിക്കലും സാഹോദര്യം എന്നുള്ളതൊരു ആഗോളതലത്തിലുള്ള സാഹോദര്യമല്ല മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊരു സാഹോദര്യമാണ് അവരുടെ ഒരു ആശയത്തിൻ്റെ ഒരു അന്തസത്ത. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിക രാജ്യമല്ലാത്തൊരു രാജ്യത്ത് അവർ താമസിക്കുമ്പോൾ ആ രാജ്യത്തെ അവർ ദാരുൽ ഹറബ്, അതായത് യുദ്ധത്തിൻ്റെ ഭൂമിയായിട്ടാണ് കാണുന്നത് എന്ന് ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രബോധനങ്ങളാണ് ഈ വഴിയടയാളങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പല ഭാഗങ്ങളും ഈ മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് തയ്യാറാക്കുന്ന പാഠ്യപദ്ധതികളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നമുണ്ട്. കാരണം ഇതിനെതിരെ പരാതികൾ ഉയർന്നിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പരാതികൾ ഉയരാത്തതിന് മറ്റൊരു വശം കൂടിയുണ്ട്, ഉണ്ടായേക്കാം, അതിന് കാരണമായേക്കാം. കാരണം ഈ പരാതി കൊടുത്താലും ഇതിനുമേൽ ശക്തമായ നിയമ നടപടികൾ എടുക്കുവാൻ സാധ്യമല്ല. കാരണം ഇതിൽ പലതും നിയമാനുസൃതമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ ഇസ്ലാമിക ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള എൻ്റെ വീഡിയോകളിൽ പറയാറുള്ളൊരു കാര്യം, ഈ ഇസ്ലാമിക ഭീകരവാദികൾ നാഗരികതയിൽ അലിഞ്ഞു ചേർന്ന് അതിൽ അവരുടെ പ്രബോധനങ്ങൾ നടത്തുന്നത് പലപ്പോഴും നിയമത്തിൻ്റെ പഴുതുകൾ വിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, ഹമാസിൻ്റെ സ്ഥാപകനെ അവർ മഹത്വവൽക്കരിക്കുന്നു. ഭാരതത്തിൽ അതിന് സാങ്കേതികമായി യാതൊരു പ്രശ്നവുമില്ല. കാരണം ഭാരതം ഹമാസിനെ ഒരു ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭീകരവാദ സംഘടനയായി തൽക്കാലം നിയമപരമായി കണക്കാക്കുന്നില്ല. ശരിയാണ്, ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ പേരിൽ ഹമാസിനെ പേരെടുത്ത് പറഞ്ഞു തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതം ഇപ്പോഴും ആഗോളതലത്തിൽ അവരുടെ ഒരു നയപ്രഖ്യാപനം നടത്തുമല്ലോ രാജ്യങ്ങൾ. ആ നയങ്ങളുടെ ഭാഗമായി ഭാരതം നമ്മുടെ നയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പരസ്യമായി. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ നേതാക്കളെ മഹത്വവൽക്കരിക്കുന്നതിൽ നിയമപരമായി യാതൊരു പ്രശ്നവും ജമാഅത്തെ ഇസ്ലാമി നേരിടുവാൻ പോകുന്നില്ല. പ്രശ്നം വരുന്നത് അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളിൽ പലതും ഈ ഹമാസിനെ നിരോധിച്ചിട്ടുണ്ട്, മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് ഇത് ഈ പ്രശ്നത്തിൻ്റെ രൂക്ഷത നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി ഐസിസിനെയും അൽഖ്വയ്ദയും ഒക്കെ വളരെ മയത്തിൽ ഒരു വെണ്ണ പുരട്ടി അങ്ങ് ന്യായീകരിച്ചു പോകുന്ന പാഠ്യഭാഗങ്ങൾ അധ്യാപകർ വാക്കാൽ പറഞ്ഞ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കില്ല എന്നെന്താണ് ഉറപ്പ്? മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ്, അൽഖ്വയ്ദ, ഐസിസ് ഇതെല്ലാം ഒരേപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട സംഘടനകളാണ് കേട്ടോ. പക്ഷേ അവരെല്ലാം നവോത്ഥാന നായകന്മാരാണ്. മൗദൂദിയാണ് ഏറ്റവും വലിയ നവോത്ഥാന നായകൻ. ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതികൾ പഠിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ എത്തരത്തിലുള്ളൊരു വീക്ഷണത്തിലായിരിക്കും സമൂഹത്തെ കാണുന്നത്? ദാരുൽ ഹറബായിട്ടേ അവർ ഭാരതത്തിനെ കാണൂ. അതായത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യേണ്ട ഒരു രാഷ്ട്രം, ഈ രാഷ്ട്രത്തോട് യുദ്ധം ചെയ്ത് ഈ രാഷ്ട്രത്തെ, ജനാധിപത്യ ഭരണകൂടത്തെ, ഈ രാജ്യത്തെ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, സിഖുകാരെ, ബുദ്ധന്മാരെ, ജൈനന്മാരെ എല്ലാം ഒന്നുകിൽ കൊല്ലുകയോ അല്ലെങ്കിൽ ഇസ്ലാമിക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയോ ചെയ്ത് ഈ രാജ്യത്തെ പൂർണ്ണമായ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയും എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയുമായിരിക്കും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവരുടെ ഒരു പരിണാമം എന്നുള്ളത് പല രീതിയിലാകാം. അവരൊന്നെങ്കിൽ അർബൻ നക്സലുകളെ കൂട്ടുപിടിച്ച് അവരുടെ ലക്ഷ്യം നടപ്പാക്കുവാനായിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ TCS പോലുള്ള കമ്പനികളിൽ ചേർന്ന് ലവ് ജിഹാദ് പോലുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ അതിലും ഉയർന്ന തട്ടിലേക്ക് പോയി നേരിട്ട് തന്നെ സ്വർഗത്തിലേക്ക് പോകാം, ഹൊറിഫൈഡായി കളയാം എന്നുള്ള രീതിയിൽ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഉമർ നബിയെ പോലെയാകാം. ഇനി അല്ലെങ്കിൽ രാജ്യം വിട്ട് പുറത്തേക്ക് പോയി ഐസിസിലും അൽഖ്വയ്ദയിലും ഒക്കെ ചേർന്ന് ഭീകരവാദികളായി മാറാം. ഇത്തരത്തിലുള്ള പല പരിണാമങ്ങളും പല ശാഖകളിലേക്കും ഇവർ തിരിഞ്ഞു പോകും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 99.99% വിദ്യാർത്ഥികളും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. അവർ എക്സ് മുസ്ലിംസായി മാറിയില്ലെങ്കിൽ ഈ പഠനത്തിൻ്റെ ഭാഗമായി ഇത്രയൊക്കെ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണോ ഇതിൽ പഠിപ്പിക്കുന്നത്, ഇതൊന്നും ശരിയല്ല എന്നുള്ളൊരു സ്വബോധമുണ്ടായി, സ്വബോധത്തിൽ അല്ലെങ്കിൽ ഒരു ബോധോദയമുണ്ടായി
ഈ പാഠ്യപദ്ധതിയിൽ നിന്ന് പുറത്തു വന്ന് ഇതിനെയെല്ലാം ഉപേക്ഷിച്ച് എക്സ് മുസ്ലിമായി മാറിയില്ലെങ്കിൽ ഇവരെ കൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുകയില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരിട്ട് ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവർ വിചാരിക്കുന്നത് എനിക്ക് പ്രയോജനമില്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് പൂർണ്ണമായും എതിരായ, എൻ്റെ ദൈവം പാപികളെന്ന് കാണുന്ന ഒരു സമൂഹത്തിന് ഞാൻ എന്തിനും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉയർന്നു വരില്ലേ? ഇത്തരത്തിലുള്ളൊരു പാഠ്യപദ്ധതിയിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ അവൻ സജീവമായിട്ടൊരു പ്രബോധനവും ഭീകരവാദത്തെ സംബന്ധിച്ച് നടത്തണമെന്നില്ല. പക്ഷേ ആ സമൂഹത്തിന് അവൻ ദാരുൽ ഹറബായിട്ട്, യുദ്ധഭൂമിയായി, നമ്മൾ യുദ്ധം ചെയ്യേണ്ട ഒരു സമൂഹമായി കാണപ്പെടുന്ന ഒരു സമൂഹത്തിന്, ശത്രുക്കളായി കാണുന്ന ഒരു സമൂഹത്തിന് എങ്ങനെ അവൻ പ്രയോജനപ്രദമായ കാര്യങ്ങൾ സ്വമനസാലെ ചെയ്യും? അങ്ങനെ ചെയ്യുവാൻ അവൻ നിർബന്ധിതനായാൽ അതിൻ്റെ പരിണാമമായിട്ട് ചിലപ്പോൾ ഉമർ നബിമാരുണ്ടാവുകയും ഡൽഹിയിലുണ്ടായതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങൾ, സ്ഫോടനങ്ങൾ രാജ്യത്താകമാനം ഉണ്ടാകുവാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. ആലോചിച്ച് നോക്കൂ, ഗുജറാത്തിൽ റിസിൻ എന്ന മാരകമായ വിഷം വേർതിരിച്ചെടുത്ത് ജലസ്രോതസ്സുകളിൽ കലർത്തി വൻ ഹൈന്ദവ കൂട്ടക്കൊല നടത്തുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതെല്ലാം വിദ്യാസമ്പന്നരാണ്. അവരുടെ എല്ലാം അടിസ്ഥാന പഠനം ഇത്തരം മദ്രസകളിൽ നിന്നാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. സുന്നി വിഭാഗത്തിൻ്റെ കുറച്ചു കാലം മുൻപ് ഒരു ഉസ്താദ് 12ാം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിൽ കുട്ടികളെ ഓൺലൈനായി, കോവിഡ് കാലത്താണ്, ഓൺലൈനായി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇസ്ലാം മതം വിട്ട ഒരു വ്യക്തിയെ കൊല്ലുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന് വളരെ വ്യക്തമായി മലയാളത്തിൽ തന്നെ, അറബിയിൽ പോലുമല്ല, മലയാളത്തിൽ ആ ഉസ്താദ് പറയുന്ന, കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെയാണോ EP സുന്നി വിഭാഗത്തിൻ്റെയാണോ എന്ന് ഞാൻ മറന്നുപോയി, പെട്ടെന്ന് ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയുകയാണ്. ഇത്തരത്തിലുള്ളൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. 12ാം ക്ലാസ്സിലെ മദ്രസകളിലെ 12ാം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ സംഭവമാണ്. ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ ആ വീഡിയോ ലഭ്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ആ വീഡിയോ ലഭ്യമാണ്. ലഭ്യമായാൽ എൻ്റെ ശേഖരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടെങ്കിൽ അത് ലിങ്കിൽ കമൻറ്റിൽ ലിങ്കായി കൊടുക്കുന്നതാണ്. ഇനി തിരിച്ച് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്തരം രാജ്യവിരുദ്ധ പാഠ്യപദ്ധതികൾ. ഞാൻ ഈ പറഞ്ഞ ഉസ്താദിൻ്റെ കാര്യമായാലും, ഇനി പൊതുമണ്ഡലങ്ങളിൽ ഇവർ നടത്തുന്ന, പൊതുജനങ്ങൾക്കിടയിൽ ഇവർ വിളിച്ചു കൂട്ടുന്ന സദസ്സുകളിൽ ഇവർ നടത്തുന്ന പ്രബോധനങ്ങളുണ്ടല്ലോ. അബ്ദുൾ നാസർ മദനി ഉണ്ടല്ലോ, നിരവധി ഭീകരവാദ കേസുകളിൽ പ്രതിയായിട്ടുള്ള അബ്ദുൾ നാസർ മദനി ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ കാലഘട്ടത്തിൽ കൈയല്ല അവൻ്റെ തലയാണ് വെട്ടേണ്ടത് എന്നുള്ള രീതിയിൽ പണ്ട് മുഹമ്മദ് നബിയെ അപമാനിച്ച, ഇസ്ലാമിൻ്റെ പ്രവാചകനെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദിനെ അപമാനിച്ച ഒരു വ്യക്തിയുടെ തല അയാളുടെ മകൻ തന്നെ മുഹമ്മദിന് വേണ്ടി വെട്ടിയെടുക്കുന്ന ഒരു കഥയുടെ രൂപത്തിൽ, കൈയല്ല ജോസഫ് മാഷിൻ്റെ തലയാണ് വെട്ടേണ്ടത്, അവൻ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തത് ഞാനല്ല, മദനി തന്നെയാണ്. അങ്ങനെ അഭിസംബോധന ചെയ്ത് കൈയല്ല തലയാണ് വെട്ടേണ്ടത് എന്ന ഒരു കഥയുടെ ഉദാഹരണത്തിലൂടെ പറയുന്ന വീഡിയോയും പൊതുമണ്ഡലങ്ങളിലും പൊതു മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിങ്ങൾക്ക് ലഭ്യമാണ്. തിരഞ്ഞു നോക്കുക. ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതികൾ ഇത് പൊതു സമൂഹത്തിനിടയിൽ അവർ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എത്രയോ മടങ്ങ് രൂക്ഷതയേറിയ കാര്യങ്ങളായിരിക്കാം ഇത്തരം മദ്രസകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ളൊരു പരിഹാരം കേന്ദ്ര സർക്കാർ ഇതിനെ നിരോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ കശ്മീർ ശാഖയെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ എന്തിന് നിരോധിച്ചോ, എങ്ങനെ നിരോധിച്ചോ, അത്തരത്തിലുള്ളൊരു നിരോധനം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ മേൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അതുവരെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് സമർത്ഥമായി തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ അവർ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും. അവരുടെ ഇടയിൽ നിന്ന് ഉമർ നബിമാരെയും നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും മിതത്വവാദിയായ ജിഹാദികളെയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ അതുവരെ, കാരണം ഇത് ഒറ്റയടിക്ക് ഇതിനെ അങ്ങ് നിരോധിക്കുന്നതിൽ സാങ്കേതികമായും നിയമപരമായിട്ടുമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നടപടികൾ ഘട്ടം ഘട്ടമായി ചെയ്യുന്നത്. ആദ്യം സിമി, പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതിനുശേഷം ഇനി അടുത്തത് SDPI, അതിനുശേഷം ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി, അൽ ഹിന്ദ്, ഭാരതം മുഴുവൻ. അത്തരത്തിലുള്ളൊരു നടപടികൾ ഘട്ടം ഘട്ടമായി മാത്രമേ കേന്ദ്ര സർക്കാരിന് നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം,
ഒരു പൊതുസമൂഹം ഇത്തരത്തിലുള്ള ഭീകരവാദികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവരുടെ ഇരകളാവാൻ വിധിക്കപ്പെട്ട സമൂഹം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ പരമാവധി ആളുകളിൽ എത്തിക്കുക, ജാഗ്രത പുലർത്താൻ അവരെ പ്രേരിപ്പിക്കുക, ഒപ്പം സ്വയം ജാഗ്രത പുലർത്തി ഇത്തരത്തിലുള്ള ഏത് വിഷയങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടാലും അതിനെ കൃത്യമായി തന്നെ നിയമപാലകരെ അറിയിക്കുക, ഒപ്പം പൊതുമണ്ഡലങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിന് പരമാവധി പ്രചാരണം നൽകുക. പ്രചാരം നൽകിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണമെന്നാൽ കൂടുതൽ ആൾക്കാർ ജാഗ്രത പാലിക്കും. ഇത്തരത്തിലുള്ള ഭീകരവാദികൾ കുറച്ചും കൂടി സൂക്ഷ്മത പാലിക്കും. അങ്ങനെ ഒരു അപകടമുണ്ട്. കാരണം ഇവരിത് കുറെ കൂടി ഒളിച്ച് ചെയ്യുവാനുള്ള ഒരു സാധ്യത ഇത്തരത്തിലുള്ള പ്രചാരം നൽകപ്പെടലിലൂടെ അവർ ഒരു സൂക്ഷ്മത പാലിക്കുവാനുള്ള സാധ്യത ഉണ്ട്. അതൊരു അപകടം തന്നെയാണ്. കാരണം പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിലെത്താൻ, അതായത് എന്നെയും നിങ്ങളെയും പോലുള്ള കാഫിറുകളുടെ, അവർ പറയുന്ന വാക്കാണ്, കാഫിറുകളുടെ കൺമുമ്പിലെത്താനും ശ്രദ്ധയിൽപ്പെടുവാനുമുള്ള സാധ്യതകൾ കുറഞ്ഞു വരും. എന്നാലും പരമാവധി ജാഗ്രത പാലിക്കുക. കാരണം ഇതിനെ ആത്യന്തികമായി നിരോധിച്ച് ഈ സംഘടനയെ പൊതുമധ്യത്തിൽ നിന്ന് എടുത്ത് വേരോടെ പിഴുത് കളഞ്ഞാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ നമ്മുടെ മുൻപിലുള്ള ഏക വഴി നിതാന്ത ജാഗ്രത ഇവർക്കെതിരെ പാലിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ഇവരോടൊരു സഹതാപമോ അനുതാപമോ നാം കാട്ടിയാൽ അതും ഒരു പഴുതായി ഉപയോഗിച്ച് ഇവർ നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും പൂർണ്ണമായും നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കും നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിലേക്കും തന്നെ നുഴഞ്ഞു കയറുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. സാധ്യതകളെന്നുള്ളതല്ല, ഏതാണ്ട് ഉറപ്പാണെന്ന് തന്നെ വിചാരിച്ചുകൊള്ളൂ. കാരണം ഞാനും നിങ്ങളുമൊക്കെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും പ്രണയിക്കുന്നതും സിനിമ കാണുന്നതും പുസ്തകം വായിക്കുന്നതും എല്ലാം അതാത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സിനിമ കാണുന്നത് നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ടാണ്, പുസ്തകം വായിക്കുന്നത് അറിവ് നേടുവാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറുവാനും, വെള്ളം കുടിക്കുന്നത് ദാഹം മാറുവാനും, പ്രണയം ഒരു മാനസികമായ വികാരത്തിൻ്റെ ഒരു പരിണാമഫലമായിട്ടും ഒപ്പം വംശവർദ്ധനവിൻ്റെ ഒരു എന്താ പറയുക കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ടുമൊക്കെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത്. പക്ഷേ ഈ വിഭാഗം ഇതൊന്നും ചെയ്യുന്നത് അതാത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മതപരമായ കാര്യങ്ങളാണ് അവർക്ക് അവിടെ പ്രഥമ സ്ഥാനം. അതിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് മതം പറയുന്ന രീതിയിലേ കഴിക്കും. ഞാനും നിങ്ങളും ചിലപ്പോൾ മതാനുഷ്ഠാന പ്രകാരം ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ച് ആഹാരം കഴിക്കുമ്പോൾ ചുറ്റും ജലം തെളിച്ച് ശുദ്ധീകരിച്ച് 2 വറ്റ് അന്യജീവികൾക്കായി മിണ്ടാപ്രാണികൾക്കായി വെച്ച് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പാലിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നാം അത് ചെയ്യണമെന്നില്ല. അത് ഒഴിവാക്കേണ്ട സാഹചര്യമാണെങ്കിൽ നാം അത് ഒഴിവാക്കും. പക്ഷേ ഇവർ ആ ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങളെ ഇല്ലാതാക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും അത് ശ്രമിക്കാറില്ല. ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഭക്ഷണ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലാൽ ഭക്ഷണമല്ലാതെ മറ്റൊന്നും പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ വിൽക്കപ്പെടുവാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഭീഷണിയുടെ സ്വരത്തിലോ സമാധാനത്തിൻ്റെ സ്വരത്തിലോ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമം, ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. മറ്റ് തലങ്ങളിലും ഇവർ ഇത്തരം ഇടപെടലുകൾ കാര്യക്ഷമമായി തന്നെ നടത്താറുണ്ട്. നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഞാനും നിങ്ങളും അത്തരത്തിൽ ചിന്തിക്കുവാൻ തയ്യാറാക്കപ്പെട്ടവരല്ല. കാരണം നമുക്ക് ഇത്തരം പാഠ്യപദ്ധതികൾ പഠിപ്പിക്കുന്ന മതസ്ഥാപനങ്ങളില്ല. ക്രിസ്ത്യാനികൾക്ക് മതസ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവിടെ അവർ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിനക്ക് പണി കിട്ടുവാൻ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. പക്ഷെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പണി കിട്ടുവാൻ എൻ്റെ അറിവിൽ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ സിഖുകാരനെയോ ജൈനനെയോ ബോംബ് വെച്ച് കൊല്ലണമെന്നില്ല. അത്യാവശ്യം വേണമെങ്കിൽ ഒരു പ്രബോധനം നടത്തി അവനെ ഇങ്ങ് കൊണ്ടുവരൂ. നമ്മുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അവനും നിനക്ക് തടം കോരുമ്പോൾ വെള്ളം ഒഴിച്ചു തരാനായിട്ട് അവനെയും കൂടി കൊണ്ടുവന്നോളൂ. അതിന് ശ്രമിച്ചു നോക്കൂ നീ. പക്ഷേ അവൻ വന്നില്ല, വെള്ളം കോരാൻ വന്നില്ലെങ്കിൽ നീ അവനെ ബോംബ് വെച്ച് കൊല്ലാൻ എന്തായാലും ആ മതസ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുള്ളതായി എനിക്കറിവില്ല. അറിവുള്ളവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് തെളിവ് സഹിതം കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. പക്ഷേ അത്തരത്തിൽ തയ്യാറാക്കപ്പെട്ടവരല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭീകരവാദപരമായിട്ടുള്ള രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള മതരാഷ്ട്രവാദപരമായിട്ടുള്ള ചിന്തകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട പിണിയാളുകളോ ആയുധങ്ങളോ അല്ല ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ നാം നിതാന്ത ജാഗ്രത പാലിച്ചേ മതിയാകൂ, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.